ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മക്ക ഹറം ഇമാം ഷൈഖ് സാലിഹ് ബിൻ ഹുമൈദ് നമീറ പള്ളിയിൽ അറഫ പ്രഭാഷണം നടത്തും. അറഫ ലക്ഷ്യമാക്കി മിനായിൽ നിന്നുള്ള ഹാജിമാരുടെ പ്രയാണം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ സൂര്യാസ്തമയം വരെ ഹാജിമാർ പ്രാർത്ഥനകളുമായി അറഫയിൽ നിൽക്കും. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ മികച്ച സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, മികച്ച സംവിധാനങ്ങളോടുകൂടിയ സുരക്ഷയോടുകൂടിയ പ്രാർത്ഥനയിലേക്കാണ് ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇന്ത്യൻ സമയം? ഏത് സമയത്തേക്കാണ് ഹാജിമാർ മുഴുവൻ അറഫയിലേക്ക് എത്തുന്നത്? വിവരങ്ങൾ. ഇന്ത്യൻ ഹാജിമാരെല്ലാവരും തന്നെ, ഒപ്പം മുഴുവൻ ഹാജിമാരും 12 മണിയോടുകൂടി അറഫയിലേക്ക്, സൗദി സമയം 12 മണിയോടുകൂടി അറഫയിലേക്ക് എത്തിച്ചേരും. 12:19 അതായത് ഇന്ത്യൻ സമയം 2:49 അറഫ പ്രഭാഷണത്തിന് തുടക്കമാവുക. മാത്രമല്ല, കനത്ത ചൂട് അറഫയിൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത്തവണത്തെ പരമാവധി താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ഹാജിമാർക്കുള്ള പ്രധാനപ്പെട്ട കർമ്മം ഈ അറഫ പ്രഭാഷണത്തിന് പിന്നാലെ അറഫയിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. വൈകിട്ട് സൂര്യാസ്തമയം വരെ ഹാജിമാർ പ്രാർത്ഥനകളുമായി അറഫയിൽ ഇന്ന് കഴിഞ്ഞുകൂടും. പുതിയൊരു ജന്മത്തിലേക്കുള്ള തുടക്കം കൂടിയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അറഫ സംഗമം എന്ന് പറയുന്നത്. ദേശവും ഭാഷയും വർഗവും ജാതിയും ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഒരേ മന്ത്രത്തോടെ ഒരേ ഇടത്ത് ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം എന്നുള്ളത് തന്നെയാണ് അറഫ സംഗമത്തിൻ്റെ പ്രാധാന്യം. ഇബ്രാഹിം നബിയുടെ ഓർമ്മകളുമായിട്ടാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും. അതോടൊപ്പം പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ളതാണ് അറഫ പ്രഭാഷണം. ഈ തരത്തിൽ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൂടെ ഹാജിമാർ. ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തിയാകുന്ന അറഫ സംഗമത്തിന് ശേഷം ഹാജിമാർ ഇന്ന് രാത്രി മുസ്ദലിഫയിലേക്ക് നീങ്ങും. അവിടെയാണ് ഇന്ന് രാപ്പാർക്കുക.